നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടത് ഈ കിടക്കുന്ന മോണിറ്ററാണ്. ഇത് പണ്ടത്തെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററാണ്. അതായത് ഏകദേശം 2003 2004 ആ കാലഘട്ടത്തിലാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അതായത് കമ്പ്യൂട്ടറൊക്കെ ഇറങ്ങി കുറച്ച് നാൾ, കമ്പ്യൂട്ടർ ആദ്യമായിട്ട് ഫ്ലോപ്പി ഡിസ്കിലൊക്കെയാണ് ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത്. ഞാൻ പോളിടെക്നിക്കിലായിരുന്നു ആദ്യം കമ്പ്യൂട്ടറിൻ്റെ ഒരു ഷോർട്ട് ടൈം കോഴ്സ് ഉണ്ടായിരുന്നു. അന്ന് ഷോർട്ട് ടൈം കോഴ്സിന് ഞാൻ ഈ കമ്പ്യൂട്ടർ പഠിച്ചത് ഇതേപോലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററും അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലോപ്പി ഡിസ്ക്കാണ്. അതിലാണ് നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് നമ്മുടെ പേരെഴുതുക, സ്ഥലപ്പേര് എഴുതുക, അഡ്രസ്സ് എഴുതുക, അതൊക്കെ മാത്രമേ അന്ന് ഒരു 2 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളായിരുന്നു അന്നത്തെ കമ്പ്യൂട്ടറിൻ്റെ അവസ്ഥ. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളുടെ വിരൽത്തുമ്പിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടർ വരെ ആയി. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോണിറ്റർ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതിനൊരു കഥയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതാണ്ട് 2003 2004 തോന്നുന്നു, ഞാനൊരു ഈ കമ്പ്യൂട്ടർ സെൻറ്ററിൽ കുറച്ച് നാൾ നിന്നിട്ട് അതിനുശേഷം ഞാൻ സ്വന്തമായിട്ടൊരു ചെറിയ കമ്പ്യൂട്ടർ സെൻറ്റർ തുടങ്ങി. ആ കമ്പ്യൂട്ടർ സെൻറ്റർ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ കമ്പ്യൂട്ടറും മാത്രം വെച്ചുകൊണ്ടാണ് ഏകദേശം ഇതേപോലെ തന്നെ ഒരു മോണിറ്റർ, ഒരു സിസ്റ്റവും ഡെസ്ക്ടോപ്പ് സിസ്റ്റവും വെച്ചിട്ടാണ് ഞാനത് തുടങ്ങിയത്. അപ്പോൾ അന്ന് ആ കമ്പ്യൂട്ടർ സെൻറ്റർ തുടങ്ങുന്ന സമയത്ത് ഇത്രേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കടകളിലുള്ള വ്യാപാരി വ്യവസായങ്ങളിലൊക്കെ കമ്പ്യൂട്ടറിൻ്റെ അത്യാവശ്യം ബാലപാഠങ്ങൾ പഠിപ്പിക്കുക, ബേസിക്കായിട്ടുള്ള ഒരു നോളജ് അവർക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിരുന്നു. അതിനുവേണ്ടി തുടങ്ങിയതാണ്. പിന്നെ കുറച്ച് DTV വർക്കുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ചെറിയ ചെറിയ ലോഗോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുക, അങ്ങനെയുള്ള ചെറിയ ഫോട്ടോഷോപ്പിൻ്റെ പരിപാടികളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ അത്യാർത്ഥി കൊണ്ട് ഒരു നമ്മുടെ ഇവിടെ കട വന്ന ഒരാൾ, പുള്ളി ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പുള്ളി അന്ന് ഗൾഫിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന മോണിറ്ററാണിത്. ഇതെനിക്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് തന്നു. പുള്ളി എന്നോട് പറഞ്ഞു, എനിക്കൊരു മോണിറ്ററുണ്ട്, അതൊന്ന് നന്നാക്കി തരാൻ പറ്റുമോ, നോക്കാമോ? ഞാൻ പറഞ്ഞു, ഞാൻ നോക്കാം, എനിക്ക് ഇലക്ട്രോണിക്സ് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായാലും ഗൾഫുകാരനാണല്ലോ, നമ്മൾ അന്നത്തെ ദാരിദ്ര്യാവസ്ഥയിൽ പൈസ കിട്ടുമല്ലോ എന്നൊക്കെ വെച്ച് ഞാൻ ഈ മോണിറ്ററും ആ പുള്ളിയോട് കൊണ്ടുവരാൻ പറഞ്ഞു. അത് കൊണ്ടുവന്ന് രാത്രി അവിടെ ഇരുന്ന് അതായത് നമുക്കറിയത്തില്ലാത്ത രീതിയിൽ അവിടെ എല്ലാം പിടിച്ച് ഞെക്കി ഇതിനകത്ത് കപ്പാസിറ്ററും എല്ലാം കൂടെ ഷോർട്ടായി പൊട്ടിത്തെറിച്ച് ആകെ സീനായി. അപ്പോൾ അങ്ങനെ അവസാനം പുള്ളി നന്നാക്കിയോ എന്ന് ചോദിക്കും. അങ്ങനെ അവസാനം ഡേറ്റ് അവധിയൊക്കെ പറഞ്ഞ് അവസാനം പുള്ളി തന്നെ ആയതു എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ എടുത്തുകൊണ്ട് പോയി. ഈ സാധനം അവിടെ അനാഥപ്രേതം പോലെ ആയി. അവസാനം അങ്ങനെ എൻ്റെ കമ്പ്യൂട്ടർ സെൻ്ററും പൂട്ടി, ഞാൻ വീട്ടിലോട്ടും പോന്നു. അപ്പോൾ ആ വീട്ടിലോട്ട് പോന്നപ്പം കടയുടെ വാടകയെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടിപ്പം കടയിലുണ്ടായിരുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന കൂട്ടത്തിൽ അങ്ങനെ കൊണ്ടുവന്ന് ഇട്ടതാണ് ഇത്. ഇപ്പോൾ ഏകദേശം ഇപ്പം 2026 ഏതാണ്ട് 24 വർഷം, 24 അല്ലെങ്കിലും ഉള്ളൂ, എന്തായാലും ഒരു 22 വർഷം ആയി ഇതിവിടെ കിടക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓരോ പരിപാടിയായിട്ട് ഞാൻ നമ്മുടെ പരിപാടിയായിട്ട് പോയി. അപ്പോൾ ഇന്നിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഞാൻ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ അയലോക്കത്തുള്ള ഒരു പുള്ളിയായിട്ട് ഒരു ലോണ് സഹകരണ ബാങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലോണ് അടയ്ക്കാൻ പറ്റാതെ ഇത് കമ്പ്യൂട്ടർ സെൻ്റർ പൂട്ടിക്കഴിഞ്ഞപ്പം ലോൺ അടയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം ഒരു അദാലത്തിൽ വെച്ച് എങ്ങനെയോ അത് ക്ലോസ് ചെയ്തു അന്ന്. അപ്പോൾ അതെനിക്ക് ഇപ്പം അന്ന് അപ്പനും കൂടെ കൂട്ടിയിട്ടാണ് ക്ലോസ് ചെയ്തത്. അപ്പനും വന്നു, പിന്നെ അപ്പൻ്റെ കൂട്ടുകാർ ഇതിനെ സംബന്ധിച്ച് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട അറിയുന്ന ആൾക്കാരൊക്കെ കൂടി ചേർന്നിട്ടാണ് അത് അന്ന് ക്ലോസ് ചെയ്തത്. അന്ന് നമുക്ക് അത്രയും അങ്ങനെയുള്ളൊരു ഇതിന് വേണ്ടിയിട്ടുള്ള വലിയ അടയ്ക്കാനൊക്കെ ഉള്ളൊരു ദാരിദ്ര്യാവസ്ഥയായിരുന്നു. അന്ന് അത്രയും കാര്യങ്ങളില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അത് ഇന്ന് വീണ്ടും ഇതുവരെ എൻ്റെ അറിവിലൊരു 10-20 വർഷമായി കാണും. ആ 10-20 വർഷമായിട്ടും അതിന് ശേഷം പിന്നെ ബാങ്കിൽ നിന്നൊരു കടലാസ് വരുമോ അങ്ങനത്തെ ഒരു കേസോ വന്നിട്ടില്ല. ഇപ്പം ഞാൻ ഇന്നിപ്പം 10-20 വർഷങ്ങൾക്ക് ശേഷം വീട്ടിലോട്ട് വിളിച്ചിട്ട് ഞാൻ അവിടെ ഉണ്ടോ, ബാങ്കിൽ ലോണിൻ്റെ കേസ് പറയാനാണെന്നും പറഞ്ഞിട്ട്
ഇന്ന് വിളിച്ചേക്കുന്നത്. സാധാരണ ബാങ്കിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് വിളിക്കുമല്ലോ, നമുക്ക് നോട്ടീസ് വരുവാണല്ലോ ചെയ്യുന്നത് ബാങ്കിലെ. അപ്പോൾ ഇതിൽ എന്തോ ഒരു തട്ടിപ്പുണ്ട്. അപ്പോൾ അതെന്തായാലും ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്യണം. അപ്പം ഞാനത് ആ ഒരു കാര്യം വന്നപ്പോഴാണ് ഞാൻ ഇതിൻ്റെ കാര്യം ഓർത്തത്. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണല്ലോ ഈ മോണിറ്റർ ഇവിടെ. അപ്പോൾ അങ്ങനൊരു അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടതാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.